ആക്ഷൻ. ഹലോ ഹായ് റോയൽ കസിൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ള ഒരു ചലഞ്ചിങ് വീഡിയോ ആയിട്ടാണ്. ഞങ്ങൾ കസിൻസ് ഒക്കെ എല്ലാവരും കൂടിയ സമയത്ത് ഞങ്ങൾക്ക് ചെറിയൊരു ഐഡിയ തോന്നി. അപ്പോൾ ഒരു ചലഞ്ചിങ് വീഡിയോ ആക്കാന്ന് വെച്ചു. എല്ലാവരും കണ്ടിട്ടുണ്ടാവൂലേ? ഇപ്പൊ ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര എന്താ പറയാ കുറച്ച് ട്രെൻഡിങ് ആയ വീഡിയോ ഒക്കെ ആയിരുന്നു. അപ്പോ ഹമ്മിങ് ചലഞ്ച്, പാട്ട് പാടുക, വായിൽ വെള്ളം നിറച്ചിട്ട് പാട്ട് പാടും. അതെ. അപ്പൊ നമുക്ക് ചലഞ്ചിങ് തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള സോങ് സോങ് ഒന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ, കാരണം കോപ്പിറൈറ്റ് കൊടുങ്ങുന്നതിൻ്റെ പേരിൽ ഒന്ന് ഒഴിവാക്കിയതാണ്. അപ്പോൾ ഈ കോരിനാൽ നാനും വാരായോ അങ്ങനെ പറഞ്ഞിട്ടുള്ളൊരു സോങ് ഉണ്ടല്ലോ, അതിൻ്റെ ഫസ്റ്റത്തെ ഹമ്മിങ് ആണ് കേട്ടോ ഞങ്ങൾ സെലക്ട് ചെയ്തത്. അപ്പം ഇനി ഇത് ഞങ്ങൾ പാടിയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് കേട്ടോ ഇനിയുള്ള ചാലഞ്ചിങ്. വെള്ളം കുടിച്ച് തുടങ്ങിയാണ്. കൃഷിയാണ് ആദ്യം തന്നെ ചലഞ്ച് ഏറ്റെടുത്തിട്ടുള്ളത്. അയ്യോ ഇപ്പൊ എന്താവും നോക്കല്ലേ. കൃഷിനെ ഞാൻ ഔട്ടാക്കി കിട്ടോ. ഓക്കെ. വയൽ വെള്ളം ഉണ്ടോന്നെ കിട്ടുന്നില്ല. അപ്പൊ ഈ റൗണ്ടിൽ കൃഷി ഔട്ടായിരിക്കുകയാണ്. ഇപ്പൊ അടുത്ത മുമ്പക്ക് മോട്ടാറിന്റെ ഊഴാണ്. അപ്പൊ ഏട്ട പാടും, ഞാൻ വെള്ളം നിറക്കട്ടെ. ഞാൻ പാടിത്തരാം. അയ്യോ നേരത്തില്ലേ പാടി ഞാൻ പാടിയിരിക്കുന്നു ഗൈസ്, പാടിയിരിക്കുന്നു. ചലഞ്ചിങ് വീഡിയോ അവിടെ അവസാനിച്ചിട്ടുണ്ട്. ഞാൻ വിജയിച്ചിരിക്കുന്നു. വിജയിച്ചു. വെള്ളം തുപ്പോണ്ടിരുന്ന് വിജയിച്ച ആൾക്കാരെ ഞാൻ ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് വീഡിയോ ഇവിടെ അവസാനിപ്പിച്ച് ഞങ്ങൾ എന്താക്കാൻ പോയി. ആവശ്യൻ്റെ ചോദ്യം അവസാനം എത്തിച്ചേരുന്നത് ഇതാ ഈ വണ്ടീൻ്റെ ഉള്ളിലാട്ടോ. ഒന്നുമില്ല, ഞങ്ങൾ ജസ്റ്റ് വൈകുന്നേരമായ സമയത്ത് സുഹാസേട്ടന് പെട്ടെന്ന് എന്താ പറയുക ബൾബ് കത്തിയത് എങ്ങാണ്ടാന്ന് തോന്നുന്നുണ്ട്. നമ്മളോട് പറഞ്ഞു നമുക്ക് വയനാട് പോയാലോ എന്ന് പറഞ്ഞു. എന്തിനാണെന്നറിയോ ഗൈസ്? ഒന്നുമില്ല, ജസ്റ്റ് ഒരു ചായ കുടിക്കാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞു. നമ്മളെ കാര്യത്തിൽ അങ്ങനെയാണ്, തീരുമാനങ്ങളൊക്കെ പെട്ടെന്നൊക്കെ വരിക. എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊന്നും നമ്മൾ അതേ പ്ലാനിങ് ചെയ്തിട്ടൊന്നുമില്ല, പെട്ടെന്ന് തീരുമാനിക്കുന്നു, പെട്ടെന്ന് പോകുന്നു. പക്ഷേങ്കിൽ ഇപ്രാവശ്യം അളിയനും പെങ്ങളും ഇല്ലാണ്ടായിപ്പോയിട്ടോ, കാരണം അവർക്ക് വേറെന്തോ കാര്യമൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവർക്ക് വരാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ ബാക്കിയുള്ള ആൾക്കാരൊക്കെ കൂടിയിട്ട് വയനാട്ടിലേക്ക് ചായ കുടിക്കാൻ പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് കുഞ്ഞിനെ കുറച്ച് പാല് വാങ്ങിക്കാമെന്ന് കരുതിയിട്ടോ. അപ്പോൾ അവന് വിശക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ അവന് പാലും ഒരു ചായക്കടിയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അവിടുന്ന് പോകാൻ നോക്കുമ്പോഴാണ് ഒരാളിതാ വെള്ളമൊക്കെ നിറയ്ക്കുകയാണ് കേട്ടോ വണ്ടീൻ്റെ അകത്ത്. എന്തോ വണ്ടി ചൂടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. കാരണം എന്താ, ഇത്രയും ലോങ് വന്നതുകൊണ്ട് വണ്ടി നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എന്താ പറയുക ആ ഒരു പണിത്തിരക്കിലായിരുന്നു സുഹാസേട്ടൻ. അപ്പം ഞങ്ങളൊക്കെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു, വണ്ടി ഒന്ന് ജസ്റ്റ് സെറ്റായി വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാണ് കേട്ടോ എൻ്റെയും സുഹാസേട്ടൻ്റെയും ഞങ്ങളുടെ സ്വന്തം റെഡ് ലേബിൾ കേട്ടോ. എങ്ങനെ രസമുണ്ടോ ഗൈസ്? കഴിഞ്ഞ കൊല്ലമാണ് ഞങ്ങളുടെ ലൈഫിലേക്ക് റെഡ് ലേബിൾ വന്നത് കേട്ടോ. അപ്പോൾ ഇതാ ദാരൂട്ടനും ദേവൂട്ടനും ഭയങ്കര കളിയാണ്. റോഡ് സൈഡിലായതിനെ കൊണ്ട് നല്ല പേടിയായിട്ട് ഞാൻ പായിപ്പിച്ചതാണ് അങ്ങോട്ടേക്ക്. അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയായി സെറ്റായി വന്നു. അപ്പം ഞങ്ങൾ ജസ്റ്റ് പോവാൻ നോക്കുകയാണ്.
ഇനി നേരെ വണ്ടി വയനാട്ടിലോട്ടേക്ക് വിടുകയാണ് കേട്ടോ. വേറെ എവിടെയും നിർത്താനോ ആക്കാനൊന്നുമില്ല. തിരിച്ചു വരുമ്പോൾ ഒരു ഫെസ്റ്റിന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം അങ്ങനെ ചിലപ്പോൾ പോവും, ഇല്ലെങ്കിൽ പോവില്ല. കാരണം ഒന്നാമത് ഭയങ്കര ലേറ്റായിട്ടാണ് ഞങ്ങളിത് തീരുമാനിച്ചത് പോലും. പിന്നെ ഞങ്ങൾ മാറ്റി ഒരുങ്ങിയൊക്കെ പുറപ്പെട്ട് വരുമ്പോഴത്തേക്ക് ഒരു നേരമായിക്ക്. അപ്പം എല്ലാവരും വണ്ടിയിൽ കയറി ഞങ്ങൾ പോകാൻ നോക്കുകയാണ്. പിന്നെ ഒന്നാമത് ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യലുണ്ട്, എന്താ പറയുക, ഒരുപാട് വലിയ വലിയ യാത്രകളൊന്നും ചെയ്യാനുള്ള സാമ്പത്തികവും കാര്യങ്ങളൊന്നും ഉള്ള ആൾക്കാരല്ല. കാരണം ഞങ്ങളൊക്കെ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അപ്പോൾ ചെറിയ ചെറിയ സന്തോഷങ്ങൾ ഞങ്ങൾ എന്താ പറയുക ആസ്വദിക്കാണ്ട് നിൽക്കുമല്ലോ കേട്ടോ. അങ്ങനെ നമ്മൾ വയനാട് ചുരത്തിൻ്റെ 2ാമത്തെ ഹെയർ പിൻ വളവിലെത്തി. അവിടെ നിന്ന് പീടിയ കണ്ടു, ചായ കുടിക്കാമെന്ന് കരുതി ഞങ്ങൾ മോളോട്ടേക്ക് പോയില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, വണ്ടി ഭയങ്കര ചൂടായിട്ടുണ്ട്. അപ്പോൾ ചുരം കയറുമ്പോൾ നമ്മളവിടെ പാതി വഴിയിലാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അധികം റിസ്ക് എടുത്തില്ല. അപ്പോൾ ആദ്യം കണ്ട ചായപ്പീടിയിൽ തന്നെ കയറി ഞങ്ങൾ ചായ ഓർഡർ ചെയ്തു. പിന്നെ ഞങ്ങൾ മെയിനായിട്ടും വന്നത് കാടമുട്ട പൊരിച്ചത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ കണ്ടതാണ് ഈ പാൽ പൊരിച്ചത്. അപ്പോൾ അതും ഒന്ന് ടേസ്റ്റ് ചെയ്തോ നോക്കി. അവിടുത്തെ ചായക്കടികളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കാടമുട്ട കാണിച്ചു തന്നുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോയത് നേരെ ഫെസ്റ്റിലേക്കാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, താമരശ്ശേരി ഫെസ്റ്റാണ് കേട്ടോ. അപ്പോൾ അവിടെയും പോയിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്താളാന്ന് കരുതി. അങ്ങനെ മക്കളൊക്കെ ഉള്ളതല്ലേ, മക്കൾക്കൊക്കെ പോയി കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളും കൂടെ ഒന്ന് പോയി. ഈ സ്റ്റെപ്പ് കയറി കഴിയുമ്പോഴത്തേക്കും നമ്മൾ തിന്നതൊക്കെ ദഹിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അങ്ങനെ ഇവിടെ എനിക്ക് തോന്നുന്നു മക്കൾക്കാണ് കൂടുതലും കളിക്കാനുള്ള കാര്യങ്ങളും ഒക്കെ ഉള്ളത്. പിന്നെ ഒരു തൊട്ടിലും പിന്നെ ആകാശത്തോണി എന്നൊക്കെ പറയുന്ന സംഭവങ്ങളും പിന്നെ മരണക്കിണറും. ഒരു വലിയൊരു ഫെസ്റ്റായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഒരു ചെറിയൊരു ഫെസ്റ്റാണ്, ചെറിയ സ്ഥലത്ത് ഒതുങ്ങിക്കൂടി ചെയ്തതാണെന്ന് തോന്നുന്നുണ്ട്. കാരണം സ്റ്റാളുകളോ കാര്യങ്ങളോ ഒന്നും അധികം ഉണ്ടായിരുന്നില്ല. ഇതുപോലെയുള്ള റൈഡ്സ് ഒരു 3-4 ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ചെറിയൊരു പ്ലേസിലാണ് ഇത് മൊത്തം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്റ്റാളും കുറവായിരുന്നു. അങ്ങനെ സ്റ്റാളില്ലാന്ന് തന്നെ പറയാം. ഒരു മറ്റേ നമ്മൾ ഈ കോളിഫ്ലവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു സ്റ്റാളും ഇല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് വിശന്നപ്പം ഞങ്ങൾ നേരെ പോയി ലൂക്കയിലേക്ക്. അമരാപുരിയുള്ള ലൂക്കയിലാണ് കേട്ടോ ഞങ്ങൾ പോയത്. അപ്പം ഞങ്ങൾ അവിടെ പോയി. ഞങ്ങൾ ഓർഡർ ചെയ്തത് എന്തായാലും മന്തി ആയിരിക്കുമല്ലോ. അപ്പോൾ അതും കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ടേക്ക് പോയി. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാം. ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.